നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസ് മുഴുവൻ ലഹരി മാഫിയക്കാരാണ് പറയുന്നത് ആരാ? നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ. അതിന് വി ഡി സതീശൻ തക്ക മറുപടി കൊടുത്തിട്ടുണ്ട്. വി ഡി സതീശന് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും അറിയാം ഗോവിന്ദൻ മാസ്റ്ററുടെ വായിലിരിപ്പാണ് UDF സർക്കാർ അധികാരത്തിൽ വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന്. പിന്നെ ഞാൻ ഒന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയാം. ഇപ്പൊ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ MDMA കേസിൽ മുഖ്യമന്ത്രിയുടെ കൂടുണ്ടായിരുന്ന ഒരാള് അറസ്റ്റിലായി എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിയോ ഭരണപക്ഷത്തിരിക്കുന്നവരോ ആരും തന്നെ അയാളെ എനിക്ക് അറിയില്ലെന്നോ ഇതുവരെ കണ്ടിട്ടില്ലെന്നോ മിണ്ടിയിട്ടേ ഇല്ലെന്നോ എന്നൊക്കെ നിങ്ങൾ മുമ്പ് ന്യായീകരിച്ചിട്ടുള്ള രീതിയിൽ ഒന്നും ന്യായീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അയാളെ അറിയാമെന്നും എങ്ങനെയാണ് അയാളുമായിട്ടുള്ള പരിചയമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, യാതൊരു ഫേവറിസവും കൂടാതെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരിക്കലും തെറ്റ് ചെയ്ത ആളിനെ ന്യായീകരിക്കാനായിട്ട് മുഖ്യമന്ത്രിയോ ഭരണപക്ഷത്തുള്ളവരോ നിന്നിട്ടില്ല. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോ ഈ സെക്രട്ടറി എവിടെയായിരുന്നു? ഈ പാർട്ടി സെക്രട്ടറി വി ഡി സതീശൻ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. മുൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും 100 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തു. നിങ്ങളിനി ഏതൊരു കാര്യം എടുത്തുകൊണ്ട് വന്നാലും നല്ല കുറുക്കി കൊള്ളുന്ന മറുപടി തന്നെ മുഖ്യമന്ത്രി തരുന്നുണ്ട്. അന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായപ്പോൾ ആ പാർട്ടി സെക്രട്ടറിയുടെ നാവ് ഇറങ്ങിപ്പോയോ? ഇപ്പൊ എന്തായാലും വായ തുറന്ന് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. അന്നില്ലാത്ത വികാരമാണ് ഇപ്പോൾ നമ്മുടെ പാർട്ടി സെക്രട്ടറി കാണിക്കുന്നത്. രാഷ്ട്രീയം മാറ്റിവെച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതെന്നും തെറ്റ് ചെയ്താൽ തെറ്റാണെന്നും തുടർന്ന് പറയാൻ മടിക്കരുത്. തെറ്റ് ചെയ്യുന്നവർ ഭരണപക്ഷത്തായാലും അധികാരികൾക്ക് എത്ര പ്രിയപ്പെട്ടവരായാലും അവർക്കെതിരെ കർശന നടപടി എടുക്കുന്നതാണ് ജനങ്ങൾക്ക് പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നത്. പ്രത്യേകിച്ച് ലഹരി കേസുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഇതിനിടയിലാണ് ഫേസ്ബുക്കിൽ ഒരു നീണ്ട കുറിപ്പുമായി ബിനീഷ് കൊടിയേരി എത്തിയത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോ ആരായി വിമർശിക്കുന്നത്? ബിനീഷ് കൊടിയേരി. ഇങ്ങനെ വിമർശിക്കുമ്പോൾ സ്വന്തം ഭൂതകാലം കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ചരിത്രം മറന്നുകൊണ്ട് മറ്റുള്ളവരെ വിമർശിച്ച് വിരൽ ചൂണ്ടുന്നത് പരിഹാസ്യമാണ്. പിന്നെ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർക്ക് സതീശൻ കൊടുത്ത മറുപടി വളരെ നല്ലതായിരുന്നു. പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രത്യേകിച്ചൊരു പണിയുമില്ലാത്ത സ്ഥിതിക്ക് ഇതുപോലെ മറ്റുള്ളവരിൽ നിന്നും വായടപ്പിക്കുന്ന മറുപടികൾ ചോദിച്ചു വാങ്ങി സമയം കളയാമല്ല എന്നല്ലാതെ വേറെ എന്ത് പറയാനാ? മുഹമ്മദ് ഹുസൈനെ അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റല്ല ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാൻ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതേയുള്ള ആ വങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാർ വാക്ക് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മണ്ഡലത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും. തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ആർക്കും അത് അറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല.